കൂടിയിട്ടാണ് കാണുന്നെങ്കിലും ആ വൈബ് ഒട്ടും നഷ്ടപ്പെടാത്ത കുറച്ച് ഫ്രണ്ട്സ് നമുക്കുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു കുറച്ച് ഫ്രണ്ട്സാണ് എൻ്റെ +2ൻ്റെ ഒക്കെ ഗ്യാങ്. അപ്പോൾ ഞങ്ങൾ കുറേ വർഷങ്ങൾ കൂടി ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പൊക്കെ പോയിട്ട് 3-4 വർഷമായിട്ടുണ്ട്. പ്ലാനിങ്ങുകളെല്ലാം നല്ല കൃത്യമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു എങ്കിലും പോക്ക് മാത്രം നടക്കുന്നില്ലായിരുന്നു. അല്ലെങ്കിലും പ്ലാനിങ്ങുകൾ എന്ത് സാധനം പ്ലാൻ ചെയ്താലും അത് നടക്കാറില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഒരു മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഇലവീഴാപ്പൂഞ്ചിറ പോകാമെന്നങ്ങ് വിചാരിച്ചു. പിന്നെ പോകുന്ന വഴിക്കൊരു മഴ കഴിഞ്ഞുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല അടിപൊളി ക്ലൈമറ്റായിരുന്നു. നല്ല തണുപ്പും എന്നാൽ കുറച്ച് വെയിലൊക്കെ ആയിട്ട് പോകുന്ന വഴിയിലത്തെ കാഴ്ചകളൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് അതിന് പറ്റിയ എന്ത് നല്ല സ്ഥലമാണേലും അത് വൈബാക്കുന്നത് നമ്മുടെ കൂടെ ഉള്ളവരാന്ന് പറയുന്നത് ഭയങ്കര സത്യമാണ് അല്ലേ. അപ്പം ഇതിപ്പോൾ ഞാൻ തന്നെയാണ് ഇവിടെ പോകുന്നതെങ്കിലും ഈ കാഴ്ചകളൊക്കെ തന്നെ കാണുന്നതെങ്കിലും ഈ വൈബ് കിട്ടത്തില്ലായിരിക്കും. അത് നല്ല ഫ്രണ്ട്സ് ഉള്ളവർക്ക് റിലേറ്റ് ചെയ്യാനും പറ്റുമായിരിക്കും. അങ്ങനെ കുറച്ച് ചെളികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമാവാതെ ഇത്രയും നാളത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ പോയി. പിന്നെ ഈ ഇലവീഴാപ്പൂഞ്ചിറ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ ഇങ്ങനത്തെ ജീപ്പ് സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ 4 ലൊക്കേഷൻ അവർ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ട്രെക്കിംഗ് ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം പിന്നെ നടന്ന് കയറണമല്ലോ. കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ ഞങ്ങൾ നടന്ന് കയറി മണ്ടയിലെത്തി. പക്ഷെ മണ്ടയിൽ വ്യൂ നല്ല കിടുക്കാച്ചി വ്യൂ ആയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു തടാകമൊക്കെ ഉണ്ടല്ലോ, അതിനാണല്ലോ ഇലവീഴാപ്പൂഞ്ചിറ എന്ന് പറയുന്നത്. ഞങ്ങൾ അത് അടുത്ത് പോയി കണ്ടൊന്നുമില്ല. ഞങ്ങൾ മേളത്തെത്തി എത്തിയപ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്തു. ഞങ്ങൾ അത്യാവശ്യം കണ്ടു കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്തത്. എങ്കിലും മഴ പെയ്ത ആ മഴയൊക്കെ കണ്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞ സമയത്തായിരുന്നു ഞങ്ങളുടെ വണ്ടി പണി തന്നത്. അതിൻ്റെ വീഡിയോസൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. ആ ഒരു മാനസികാവസ്ഥയിൽ വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വഴിക്കട ചേട്ടന്മാരെയൊക്കെ വിളിച്ച് നിർത്തി വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി കുറേ രീതിയിൽ പോയി. ഞങ്ങൾ മന്തി കഴിക്കാൻ പോകാമെന്നുള്ള പ്ലാൻ അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചു. ഞങ്ങൾ മന്തി കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്ത് കണ്ട ഒരു കടയിൽ കയറി ഞാനൊരു ഫ്രൈഡ് റൈസ് ഒക്കെ കഴിച്ചു. പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ ഇല്ല. പക്ഷേ ഈ വീഡിയോയും എൻ്റെ ഈ വോയിസ് ഓവറും കണ്ട് നിങ്ങൾ അതൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പോഴും ഇലവീഴാപ്പൂഞ്ചിറയുടെ ഇത് തന്നെയാണ് നടക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഇതൊക്കെ എനിക്ക് പറയണമല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.